السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത്. വളരെ ഫലവും അത്ഭുതവും പറഞ്ഞാൽ തീരാത്ത രഹസ്യങ്ങളും അടങ്ങിയ ഒരു വചനമാണ് ഇന്നത്തെ വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷേ അതിൻ്റെ ചില മഹത്വങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. അത്തരത്തിലുള്ള ഒരു വചനം നമുക്കേവർക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് പറയലും എഴുതി ചുമക്കലും വളരെയധികം അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാവുകയില്ല, അതിൽ ബറക്കത്തും ഉണ്ടാവുകയില്ല. പഠിപ്പിച്ചത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഏതൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കലം ആദ്യമായി എഴുതിയത് ബിസ്മിയാണ്. നിങ്ങൾ എന്തെഴുതുമ്പോഴും ആദ്യം ബിസ്മി എഴുതുക, എഴുതിയാൽ അത് വായിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ ബിസ്മി എഴുതിയാൽ അയാൾക്ക് അള്ളാഹു 10 ലക്ഷം പുണ്യം രേഖപ്പെടുത്തുന്നതാണ്. ഒരു ബിസ്മി എഴുതി വെച്ചാൽ 10 ലക്ഷം പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. ബിസ്മിയെ ഒരാൾ ആദരിച്ചുകൊണ്ട് നന്നാക്കി എഴുതിയാൽ, ആദരിച്ചുകൊണ്ട് എഴുതണം, അയാൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും. ബിസ്മി എഴുതിയ കടലാസ് നിങ്ങൾക്ക് നിലത്ത് കാണാൻ സാധിച്ചു. നിങ്ങൾ അതെടുത്തുകൊണ്ട് ആദരവോടുകൂടി അതെടുത്ത് മാറ്റി വെച്ചാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അയാളെ സിദ്ദീഖീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ്. ഒരാൾ ബിസ്മി എഴുതുന്നത് കണ്ടപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളത് നന്നാക്കി എഴുതുക. അങ്ങനെ ഒരാൾ നന്നാക്കി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്, അവൻ്റെ മുഖം അള്ളാഹു പ്രസന്നമാക്കുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നമുക്ക് മുഹറം മാസം വന്നാൽ 1-ാം തീയതി 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുന്നതാണ്, ഒറ്റ ഹർഫായി. അങ്ങനെ എഴുതിയാൽ, അത് മുഹറം 1-ാം തീയതി എഴുതിയാൽ 113 വട്ടം എഴുതിയാൽ അയാൾക്ക് അനിഷ്ടകരമായ യാതൊന്നും സംഭവിക്കുകയില്ല. അയാളും അയാളുടെ വീട്ടുകാരും ആയുഷ്കാലം മുഴുവൻ സുരക്ഷിതരായിരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. 113 തവണ എഴുതി വച്ചാലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു വെള്ളക്കടലാസിൽ 1000 വട്ടം എഴുതി ചുമന്നാൽ, അത് നിങ്ങൾ ശരീരത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ പേഴ്സിലോ മറ്റോ വെക്കുകയോ ചെയ്താൽ ശത്രുക്കൾ, അതായത് നിങ്ങളെ കാരണമില്ലാതെ ഉപദ്രവിക്കുന്നവർ, അസൂയ ഉള്ളവർ, സിഹിർ ചെയ്യുന്നവർ, കണ്ണേറ് ചെയ്യുന്നവർ, അവർ ഭയന്ന് വിറക്കാൻ തുടങ്ങും. അത്രയും പവറാണ് ബിസ്മിക്ക്. നിങ്ങൾ യക്കീനോടെ ചെയ്യണം, വളരെ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. ഒറ്റൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം 1000 വട്ടം എഴുതി ഒരു വെള്ളക്കടലാസിൽ എഴുതി ശരീരത്തിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പേഴ്സിലോ മറ്റും സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് ശത്രുക്കൾ ഭയന്ന് വിറക്കും. മറ്റുള്ളവരുടെ സ്നേഹം അയാളോട് കരകവിഞ്ഞൊഴുകും. ജനങ്ങളെല്ലാം അയാൾ ആദരിക്കും. അഭിവൃദ്ധിയുടെ കവാടങ്ങൾ അള്ളാഹു അയാൾക്ക് തുറന്നു കൊടുക്കും. അയാൾ നന്മയിലും സുരക്ഷിതത്വത്തിലും മാത്രമായിരിക്കും. ഇതെല്ലാം വലിയ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ തന്നെയെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കഴിയുന്നവരൊക്കെ ഒരു വെള്ളക്കടലാസിൽ 1000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുക, ഒറ്റ ഹർഫിലായിട്ട്. ചെയ്യുമ്പോൾ ഒരേ ഒരു നിബന്ധന മാത്രം, വിശ്വാസം വേണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, എഴുതി വെക്കുക. യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സിഹിർ കണ്ണേറ് തൊടുക പോലുമില്ല. ഇൻഷാ അല്ലാഹ് അത്രയും പവറുള്ള ഒരു വചനമാണ് ബിസ്മി. അതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല, എത്രയോ മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.